ഹായ്, ഓൾ ഇൻ ഓൾ മോം ആൻഡ് ഇൻഫന്റ് കെയർ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് ബ്രസ്റ്റ് പമ്പാണ്. ബ്രസ്റ്റ് പമ്പ് എന്ന് വെച്ചാൽ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. ഇത് കഴിഞ്ഞ് ചില അമ്മമാർക്ക് പാല് കുഞ്ഞിനെ സക്ക് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരിക, ഉള്ളിലോട്ടിരിക്കുക, പാല് ഉണ്ടാകാതിരിക്കുക, പാലുണ്ട് പക്ഷേ വിണ്ട് കീറിയിരിക്കുക, നിപ്പിൾ വിണ്ട് കീറിയ പ്രോബ്ലം, അങ്ങനെ കുറേ പ്രോബ്ലംസ് പ്രസവിച്ച ഉടനെ അമ്മമാർക്ക് ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഇല്ല, ഒരു കുറച്ച് ശതമാനം ആൾക്കാർക്ക് അങ്ങനെ വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അമ്മയുടെ പാൽ തന്നെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ചിലർ പാല് കൂടുതലുള്ളത് പിഴിഞ്ഞ് കളയാനും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാലും ആ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് കുഞ്ഞിന് ഇതിന് പകരമായിട്ട് അല്ലാതെ പൊടിയെല്ലാം കലക്കി കൊടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. കുഞ്ഞിന് അമ്മയ്ക്ക് പാലില്ലാത്ത ഒരു സിറ്റുവേഷൻ വന്നാൽ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അമ്മയ്ക്ക് പാലുണ്ട്, അപ്പോൾ അതെടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്യുന്നത്. പല ബ്രാൻഡുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ളത് ലൗലാപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ മാനുവലായിട്ടുള്ളതും ഉണ്ട്, ഇലക്ട്രിക്കലും ഉണ്ട്. മാനുവൽ എന്ന് പറയുമ്പോൾ ഒരു വാക്വം സിസ്റ്റം പോലെയാണത് പ്രവർത്തിക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വാക്വം രീതിയിൽ പ്രസ് ചെയ്ത് ഇതിൻ്റെ ഒരു ഷീൽഡ് പോലെയുള്ള സാധനം ബ്രസ്റ്റിൽ പ്രസ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഈ വാക്വം മേളിലും താഴെയും ഒന്ന് മൂവ് ചെയ്യിക്കുമ്പോൾ പാല് ഓട്ടോമാറ്റിക് കുപ്പിയിൽ വന്ന് വീഴും. അത് നമുക്ക് കുഞ്ഞിന് കോരിയോ ഡ്രോപ്പർ വഴിയോ പിന്നെ സ്പൂൺ വഴിയോ പിന്നെ ഈ ഗോകർണം പോലെയുള്ള നേഴ്സേഴ്സൊക്കെ കൊടുക്കുന്ന അതിലാണ്. അത് അവർക്ക് കുറച്ചുകൂടെ അതിൽ കൊടുക്കാൻ അവർ കുറച്ച് ടാലൻ്റ് ആയിരിക്കും. എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലർ ബോട്ടിൽ തന്നെ ഫീഡ് ചെയ്യും, കോരി കൊടുക്കും, അങ്ങനെ പല രീതിയിൽ ഉപയോഗിക്കും. അപ്പോൾ ഈ പാല് നമ്മൾ എടുക്കുന്ന അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് ഈ പാല് എങ്ങനെ വലിച്ചെടുക്കാൻ ഉള്ളതാണ് ഈ ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത്. അത് മാനുവലായിട്ടും ഇലക്ട്രിക്കലായിട്ടും ഉണ്ട്. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് വേറെ ഒരു കാര്യവും ചെയ്യണ്ട, നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നതാണ് ഈ മാനുവൽ. ഇത് ജസ്റ്റ് ബാറ്ററി വർക്കിംഗ് ആണ്, വെച്ചു കൊടുത്താൽ മാത്രം മതി, പാല് ഓട്ടോമാറ്റിക് ബോട്ടിലിൽ വന്ന് നിറഞ്ഞോളും. ഇതിനെല്ലാം ടൈമിങ്ങും റീചാർജബിൾ സിസ്റ്റങ്ങളും എല്ലാം തന്നെയുണ്ട്. ഞാനിത് ഓരോ ബ്രസ്റ്റ് പമ്പും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകം വീഡിയോ പിന്നീട് ഇടുന്നുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ലൗലാപ്പ് എന്ന് പറയുന്നത് നല്ല ബ്രാൻഡ് തന്നെയാണ്. അവരുടെ മാനുവൽ 799, ഇലക്ട്രിക്കൽ ബ്രസ്റ്റ് പമ്പിന് 3995 റുപ്പീസ്. പിന്നെ വരുന്നത് അവൻറ്റിൻ്റെ ആണ്. അവൻറ്റിൻ്റെത് കുറച്ച് പ്രീമിയം ഐറ്റംസ് ആണ്. ഫിലിപ്സ് അവൻ്റെ എല്ലാവർക്കും അറിയാലോ, ഇതിൻ്റെ ബോട്ടിൽസും എല്ലാം ഉണ്ട്. അവൻറ്റിൻ്റെ തന്നെ മാനുവൽ ബ്രസ്റ്റ് പമ്പ്, ഇതിന് വാക്വം സിസ്റ്റം ആണുള്ളത്. ഇതിൻ്റെ പ്രൈസ് 2195. ഇത് ഈസി ആയിട്ട് വരുന്ന രീതിയിലുള്ള പ്രത്യേക സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന 8 മോഡ്സ് ഫോർ പേഴ്സണലൈസ്ഡ് പമ്പിംഗ് ഉള്ള സിസ്റ്റമാണ്. കുറേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ റേറ്റ് 7995. ബ്രസ്റ്റ് പമ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹൈ റേഞ്ച് വരുന്ന ബ്രസ്റ്റ് പമ്പ് ഫിലിപ്സിൻ്റെ ആണ്. അടുത്തത് PG ഓണിൻ്റെ, ഇതും ഗോമിനി എന്ന് പറഞ്ഞ് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിയിലെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്. കുറേ സിസ്റ്റങ്ങളുണ്ട് കേട്ടോ. ലോ നോയിസ് വിത്ത് PG ഓൺ വൈഡ് ആൻഡ് സ്ലിം നെക്ക്, ഇതിലെല്ലാത്തിലും ബോട്ടിലും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാം, ഇപ്പോൾ ഒരു ബ്രസ്റ്റ് പമ്പ് നമ്മുടെ ഷോപ്പിൽ നിന്നോ എവിടുന്നോ കുഞ്ഞിന് അപ്പം ആവശ്യം വരുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ബ്രസ്റ്റ് പമ്പ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയാതെ പലരും ഇത് പാല് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഷോപ്പിൽ തിരിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. കഴിവതും അങ്ങനെ ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ബ്രസ്റ്റ് പമ്പൊക്കെ നമ്മൾ തിരിച്ച് എടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉള്ളത് തീർച്ചയായിട്ടും നമ്മൾ റീപ്ലേസ് ചെയ്യുക, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ ബ്രസ്റ്റ് പമ്പ് ഏത് ബ്രാൻഡ് വാങ്ങിയാലും നിങ്ങൾക്ക് അത് പ്രവർത്തിക്കുന്നത് യൂട്യൂബിൽ ഇതിൻ്റെ മിക്കവാറും
വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ വാങ്ങിയ ബ്രസ്റ്റ് പമ്പ് ഏതാണ്, അതിൻ്റെ പേരും കാര്യങ്ങളും യൂട്യൂബിൽ അടിച്ചാൽ ഇതെങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എല്ലാ വിവരങ്ങളും അതിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഇത് പരിചയപ്പെടുത്തുക മാത്രം ചെയ്യുന്നത് കണ്ടേ. ഇത് വളരെ ഈസി ആയിട്ടുള്ളതാണ്. ഈ പീജിയോണിൻ്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിൻ്റെ പ്രൈസ് 7,999. ഇത് രണ്ടും ഏകദേശം സിമിലർ റേറ്റ് ആണ്. ഈ ഫിലിപ്സിൻ്റെതും ഈ പീജിയോണിൻ്റെയും ഇത് രണ്ടും പിന്നെ ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്. രണ്ടിൻ്റെ ഏകദേശം ഒരേ റേറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് എന്ന് പറയുന്നത് ലവ് ലാബ്. ഇത് കുറച്ച് അഫോർഡബിൾ പ്രൈസ് ആണ്. ഇതിന് 3,995. ഇത് രണ്ടും അതിൻ്റെ ഫീച്ചേഴ്സിനനുസരിച്ചാണ്. ഇതിപ്പോൾ റേറ്റ് കുറഞ്ഞത് കൊണ്ട് ഇത് മോശമാണെന്നോ, ഇത് റേറ്റ് കൂടിയത് കൊണ്ട് ഇത് കുറച്ച് കൂടിയതാണെന്നോ അങ്ങനെയല്ല. എൻ്റെ ഇതിലുള്ള ഫീച്ചേഴ്സിന് അനുസൃതമായിട്ടാണ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ വ്യത്യാസം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും ഇത് അവൈലബിൾ ആയിരിക്കും. ഇതൊരു എമർജൻസി സാധനമാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരുന്നവർക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ അയച്ചു തരേണ്ടവർക്ക് അയച്ചു തരും. ഫാസ്റ്റ് ഡെലിവറി അങ്ങനത്തെ സിസ്റ്റത്തിൽ അയക്കാനാണെങ്കിൽ അങ്ങനെ അയക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് എല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ എല്ലാം ഓരോ ബ്രസ്റ്റ് പമ്പും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. Okay, thank you for watching.